നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആധാരം പണയപ്പെടുത്തി ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയുടെ വീട്ടിലേക്ക് തട്ടിപ്പിനിരയായവർ മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂർ മേത്തലയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറികൾ തല്ലി തകർത്തതായി പരാതി. പ്രസിദ്ധമായ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ആധാരം പണയപ്പെടുത്തി ലക്ഷങ്ങളുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതിയുടെ വീട്ടിലേക്ക് തട്ടിപ്പിനിരയായവർ മാർച്ച് നടത്തി. തിരിച്ചു കിട്ടും വരെയും ഞങ്ങൾ തിരിച്ചു കിട്ടും വരെയും ഞങ്ങൾ തിരിച്ചു കിട്ടും വരെയും ഞങ്ങൾ തിരിച്ചു കിട്ടും വരെയും ഞങ്ങൾ സമരം ചെയ്യും കട്ടായവും സമരം ചെയ്യും കട്ടായവും സമരം ചെയ്യും കട്ടായവും സമരം ചെയ്യും കട്ടായവും. നിരവധി പേരുടെ ആധാരങ്ങൾ കൈക്കലാക്കി കുറിക്കമ്പനികളിൽ ഈടുവെച്ച് പണം തട്ടിയ മതിലകത്ത് സുലൈമാന്റെ ചളിങ്ങാട്ട് വീട്ടിലേക്കാണ് സ്ത്രീകളും കുട്ടികളും അടക്കം 60-ലധികം ആളുകൾ മാർച്ച് നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് ചളിങ്ങാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പ്രതിയുടെ വീട്ടുമുറ്റത്തെത്തുകയും സമരക്കാർ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ നിരവധി നാട്ടുകാരും മതിലകം പോലീസും സ്ഥലത്തെത്തി. പോലീസ് അനുനയിപ്പിച്ചതിനെ തുടർന്ന് അല്പസമയത്തിനകം സമരക്കാർ പിരിഞ്ഞുപോയി. ആർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടില്ല. ന്യൂനപക്ഷങ്ങളെ കൂട്ടക്കശാപ്പ് നടത്താൻ കൂട്ടുനിന്ന നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ പോയ മന്ത്രി ഷിബു ബേബി ജോണിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് INC ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല ആവശ്യപ്പെട്ടു. കയ്പമംഗലം മണ്ഡലം യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് MM താജുദ്ദീൻ അധ്യക്ഷനായിരുന്നു. ഉബൈദ് പള്ളിത്താനം, സലീം തലശ്ശേരി, ഹുസൈൻ കൂളിമുട്ടം, നവാസ് താനത്തുപറമ്പിൽ, VK സുധീർ, TA മുഹമ്മദ് അലി, MS സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറികൾ തല്ലി തകർത്തതായി പരാതി. കണ്ടംകുളം എറമംഗലത്ത് ഫസലിന്റെ ഉടമസ്ഥതയിലുള്ള ലോറികളാണ് തകർത്തിട്ടുള്ളത്. ഞായറാഴ്ച രാത്രിയിലാണ് സംഭവം. വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. കേന്ദ്ര പ്രവാസികാര്യ മന്ത്രി വയലാർ രവി സിനിമാ താരം ഇന്നസെന്റിനെ കാണാൻ പാർപ്പിടത്തിലെത്തി. അവന്റെ പേരും തന്നെയാണ് ഇന്നസെന്റ് പേര്. ആലപ്പുഴയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനായി പോകുന്നതിനിടയ്ക്കാണ് ഇന്നസെന്റിനെ കാണാൻ വയലാർ രവി ഇരിഞ്ഞാലക്കുടയിലെത്തിയത്. വയലാർ രവി എത്തുന്നതറിഞ്ഞ് സംവിധായകൻ സത്യൻ അന്തിക്കാടും സ്ഥലത്തെത്തിയിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ എത്തിയ വയലാർ രവിയെ ഇന്നസെന്റിന്റെ പേരമക്കളായ അന്നയും ഇന്നസെന്റും പൂക്കൾ നൽകി സ്വീകരിച്ചു. വയലാർ രവിയും ഇന്നസെന്റും സത്യൻ അന്തിക്കാടും തങ്ങളുടെ പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചു. അരമണിക്കൂറോളം ഇന്നസെന്റ് വീട്ടിൽ ചിലവഴിച്ച് 6:30യോടെയാണ് മന്ത്രി മടങ്ങിയത്. SYS സംസ്ഥാന കമ്മിറ്റിയുടെ ജലസംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നുപിടിക സെന്ററിൽ പൊതുജനങ്ങൾക്കായി വാട്ടർ കൂളർ സമർപ്പിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹിമാൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ബോധവൽക്കരണ ക്ലാസ്സിൽ മേഖലാ പ്രസിഡന്റ് PA ഇസ്ഹാഖ് അധ്യക്ഷനായിരുന്നു. സിറാജുദ്ദീൻ സഖാഫി, ഫസൽ തങ്ങൾ, PA മുഹമ്മദ് അലി, ഇസുദ്ദീൻ സഖാഫി, PB താജുദ്ദീൻ, TV വിനോദ്, മിഥിലാജ് എന്നിവരും സംസാരിച്ചു. കുളങ്ങൾ കൂർക്കുമ്പോൾ ഇവിടെ സംജാതമാകുന്നത് അതോടുകൂടി ആ ഉറവകൾ വറ്റിപ്പോവുകയാണ്. സാധാരണഗതിയിൽ ഒരു കുളമുണ്ടായാൽ ആ കുളത്തിൽ വെള്ളമുണ്ടായാൽ ആ കുളത്തിന്റെ ചുറ്റുഭാഗത്തുള്ള കിണറുകളിലൊക്കെ വെള്ളമുണ്ടാകുമെന്നതാണ് പഠനം. പക്ഷേ കുളം തൂർത്ത് കളയുന്നതോടുകൂടി ആ വെള്ളത്തിന്റെ ഉറവകളും അടയ്ക്കപ്പെട്ടു പോവുകയാണ്. ഇന്നിപ്പോൾ കുളങ്ങൾ ശേഷിക്കുന്നത് ഏതാനും പള്ളികളിലും അമ്പലങ്ങളിലും മാത്രമാണ്. ആ പള്ളികളിലെയും അമ്പലങ്ങളിലെയും കുളങ്ങൾ, അമ്പലങ്ങളിലെ കുളങ്ങൾ സ്വാമിമാർക്ക് കുളിക്കാനും പള്ളികളിലെ കുളങ്ങൾ പള്ളി ഉദ്യോഗസ്ഥന്മാർക്ക് കുളിക്കാനും പള്ളിയിൽ വരുന്നവർക്ക് ഒന്നുണ്ടാക്കാനുമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ സമീപഭാവിയിൽ ആ കുളങ്ങളിലെ വെള്ളം കുടിക്കാൻ വേണ്ടി മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.